എന്നെ ആരും വെറുക്കുന്നില്ലേ? എന്നെ ആരും തെറി പറയുന്നില്ല, എന്നെ ആരും ഉപദ്രവിക്കുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ വഴിയിലല്ല എന്ന് ചിന്തിച്ചിരുന്നൊരു പാസ്റ്ററുണ്ട്, ഒരു മെത്തഡിസ്റ്റ് പ്രീച്ചർ, ജോൺ വെസ്ലി. ഒരു ദിവസം അദ്ദേഹം കുതിരപ്പുറത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആ സമയത്താണ് അദ്ദേഹം ചിന്തിച്ചത്, കഴിഞ്ഞ 3 ദിവസമായിട്ട് ആരും എന്നെ വഴക്ക് പറഞ്ഞിട്ടില്ല, ആരും എന്നെ ഉപദ്രവിച്ചിട്ടില്ല. ഉടനെ അയാൾ കുതിര നിർത്തി. എന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചു, ഞാനിനി ദൈവത്തിൻ്റെ വഴിയിലല്ലേ, വഴി തെറ്റിപ്പോയോ എനിക്ക്? അപ്പോൾ തന്നെ കുതിരപ്പുറത്ത് നിന്നിറങ്ങി അവിടെ മുട്ടുകുത്തി ജോൺ വെസ്ലി ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ കുമ്പസാരിക്കാതെ പോയ ഏതെങ്കിലും പാപങ്ങൾ കാരണമുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരണേ. ആ സമയത്ത് അതിലൂടെ ഈ പ്രീച്ചറിന് ഇഷ്ടമില്ലാത്തൊരു മനുഷ്യൻ പോകുന്നുണ്ട്. ഈ പ്രീച്ചറിൻ്റെ നന്മയും പ്രസംഗവും ഒന്നും ഇഷ്ടമില്ലാത്തൊരു മനുഷ്യൻ. ആൾ നോക്കുമ്പോൾ ചുറ്റും ആരുമില്ല. ഇയാളൊരു ഇഷ്ടിയ കഷ്ണം എടുത്തിട്ട് വെസ്ലിക്കിട്ട് എറിഞ്ഞു. ജസ്റ്റ് മിസ്സായി. വെസ്ലി ഇത് കണ്ടു. ഉടനെ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു, താങ്ക് ഗോഡ്, അപ്പോൾ ഇപ്പോഴും നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലേ. ഇന്ന് ഗോസ്പലിൽ ഈശോ പറയുന്നു, ഈ ലോകം എന്നെ വെറുത്തുവെങ്കിൽ അത് നിങ്ങളെയും വെറുക്കും, ഈ ലോകം എന്നെ പീഡിപ്പിച്ചെങ്കിൽ അത് നിങ്ങളെയും പീഡിപ്പിക്കും. ക്രിസ്തുവിന് 100 വർഷം മുമ്പ് തന്നെ ഫിലോസഫർ പ്ലേറ്റോ എങ്ങനെ എഴുതി, ഈ ഭൂമിയിൽ സത്യമായിട്ടും നീതിമാനായൊരു മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ അയാൾ ആൾക്കാരെ ചാട്ടവാറിനടിക്കും, ജയിലിലടക്കും, തൂക്കിക്കൊല്ലും. നമ്മളെ ആരും വെറുക്കുന്നില്ലേ? നമ്മളോട് ആരും ദേഷ്യപ്പെടുന്നില്ലേ? നമ്മളാരും ഉപദ്രവിക്കുന്നില്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ചോദിക്കണം ദൈവത്തോട്, വൈ?